നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സർക്കാർ ലോട്ടറിയും അതേപോലെ തന്നെ സർക്കാർ ബീവറേജ് ഔട്ട്ലെറ്റുകളോ മദ്യക്കച്ചവടവും ഇല്ലാതെയാണ് കേട്ടോ ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതായത് ഒരു സർക്കാരിനെ പിടിച്ചു നിൽക്കാനായിട്ട് മദ്യവും വേണ്ട ലോട്ടറിയും വേണ്ട എന്നുള്ളതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം. ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് കയറ്റുമതിയും വ്യാപാരവും തന്നെയാണ് കേട്ടോ. ഇവരുടെ ഒരു നട്ടല്, ഫിനാൻഷ്യൽ നട്ടല് എന്ന് പറയുന്നത്. ഇവിടെ മദ്യം കിട്ടുമെന്ന് ചോദിച്ചാല് കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ദിയു ദമൻ പോലുള്ള കേന്ദ്ര ഭരണ പ്രദേശങ്ങള്, പിന്നെ ഗിഫ്റ്റ് സിറ്റി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മദ്യം കിട്ടും. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ. ചേട്ടാ ഒരു ജവാൻ തന്നേന്ന് പറഞ്ഞിട്ട് കയറി ചെന്ന ഇപ്പൊ എടുത്ത് തരുന്നില്ല. ലിക്വർ പെർമിറ്റ് വേണം, നിങ്ങളൊരു ടൂറിസ്റ്റ് ആയിരിക്കണം, നിങ്ങൾ തിരിച്ചു പോകുന്ന ടിക്കറ്റ്, അതുപോലെ വന്ന ടിക്കറ്റ്, എവിടെ സ്റ്റേ ചെയ്യുന്നു, ഇതേപോലെ കുറച്ച് നൂലാമാലകളുണ്ട്. ഇതൊക്കെ കാണിച്ച് വെരിഫൈ ചെയ്ത് ആ പെർമിറ്റ് കിട്ടിയാൽ മാത്രം, ഗവൺമെന്റ് അംഗീകരിച്ചോടത്തുനിന്ന് മാത്രമേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ചാരായം കിട്ടും, വാറ്റ് കിട്ടും, അവിടെ പെട്ടിക്കടയിൽ കിട്ടും, ഇവിടെ പെട്ടിക്കടയിൽ കിട്ടും, തേങ്ങ കിട്ടും, മാങ്ങ കിട്ടും എന്നൊക്കെ പറയുന്നവരോട് ലീഗലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇല്ലീഗലായിട്ട് എന്ത് മാങ്ങയും തേങ്ങയും നിങ്ങൾക്ക് കിട്ടും, അത് വേറെ കാര്യം. അത് പിടിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിക്കുക. കണ്ണും കരളും അടിച്ചു പോയാൽ അത് സ്വന്തം റിസ്കിൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇല്ലീഗലായിട്ട് എന്ത് തേങ്ങയും ഗുജറാത്തിൽ കിട്ടും. പക്ഷെ ലീഗലായിട്ട് ഗവൺമെന്റ് മദ്യം കച്ചവടത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, ലോട്ടറി കച്ചവടവും ഗവൺമെന്റ് നടത്തുന്നില്ല. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ ഞാൻ കുറെ പേരോട് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടും ഒരെണ്ണത്തിന് ചെവിടെങ്കിൽ കയറില്ല. വർഷങ്ങളായിട്ട് മദ്യവും ലോട്ടറിയും ഇല്ലാതെ പിടിച്ചു നിൽക്കുന്ന എന്തുട്ട് സെറ്റപ്പ് അല്ലേ ഗുജറാത്തിന്റെ.